ഈശോ വരുന്നിതാ നമുക്കായി ജീവൻ നൽകുവാൻ, ഞങ്ങൾ തരുന്നിതാ നിനക്കായി സ്നേഹം മാത്രമേ. ഈശോ വരുന്നിതാ നമുക്കായി ജീവൻ നൽകുവാൻ, ഞങ്ങൾ തരുന്നിതാ നിനക്കായി സ്നേഹം മാത്രമേ. തിരികൾ തെളിയുന്നു, കാൽവരി യാഗമിതാ ഒരുങ്ങുന്നു. ിംബലി തന്നിൽ സംപ്രീതനാ, ദൈവമേ നീ വന്നിടണേ, യാചനകൾ സദയം നീ കേട്ടിടണേ. ഈശോ വരുന്നിതാ നമുക്കായി ജീവൻ നൽകുവാൻ, ഞങ്ങൾ തരുന്നിതാ നിനക്കായി സ്നേഹം മാത്രമേ. ഈശോ വരുന്നിതാ നമുക്കായി ജീവൻ നൽകുവാൻ, ഞങ്ങൾ തരുന്നിതാ നിനക്കായി സ്നേഹം മാത്രമേ. ദിവ്യബലിയില് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ഇന്ന് ദിവ്യബലിയില് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ജയ്മോൻ CMI അച്ഛനാണ്. സേവാഗ്രാമിൻ്റെ ഡയറക്ടറാണ്. അതുപോലെ പ്രസംഗം പറയുന്നത് ബഹുമാനപ്പെട്ട നെൽസൺ ജോബ് OCD അച്ഛനാണ്. അച്ഛൻ സെൻറ് ജൂഡ് മൊണസ്ട്രിയിലെ എരമല്ലൂരെ വ്യക്തിയാണ്. രണ്ടു പേർക്കും പ്രത്യേകമായിട്ട് സ്വാഗതം. പ്രിയമുള്ളവരെ, നമുക്ക് ഒരു നിമിഷം നമ്മൾ തന്നെ പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ യേശുവിനെ കണ്ടെത്തിയ മനുഷ്യനാണ്, യേശുവിനെ കാണിച്ചു കൊടുത്തവനുമാണ്. നമ്മളും യേശുവിനെ കണ്ടെത്തേണ്ടവനും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടവനുമാണ്. ആ ബോധ്യത്തോടെ കർത്താവിനെ അടുത്ത് അനുകരിക്കുവാനും അവനെ പിൻചെല്ലുവാനുമായിട്ടുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ
സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ശാന്തി പ്രത്യാശയും എന്നേക്കും. പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കുമ്പസാരിക്കാനായിട്ട് എല്ലാവർക്കും സൗകര്യമുണ്ട്. അച്ഛനോടെ കുമ്പസാരിപ്പിക്കുന്നുണ്ട്. കർത്താവായ ദൈവമേ, മിശിഹായുടെ മാമോദീസാവേളയിൽ തൃത്വരഹസ്യം വെളിപ്പെടുത്തിയ അങ്ങേ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായ്ക്ക് സാക്ഷ്യം വഹിച്ച് യോഹന്നാൻ മാത്താനെ അനുകരിച്ച്
സത്യത്തിലും നീതിയിലും വളരുവാൻ ഞങ്ങളെ പ്രാപ്തരാകട്ടെ. ദിവ്യരഹസ്യങ്ങളുടെ ആഘോഷമായി വിശുദ്ധ കുർബാന യോഗ്യതാപൂർവം പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. രാജാവേ പാടും നിൻ പുകഴെന്നും ഞാൻ സകലേശാനി തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ.
പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 8-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഗുരു മിശിഹാ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, വസ്ത്രങ്ങൾ, അഭിഷേക തൈലം, പാപപരിഹാര ബലിക്കുള്ള കാള, 2 മുട്ടാടുകൾ, 1 കുട്ട പുളിപ്പില്ലാത്ത അപ്പം എന്നിവയോടുകൂടി അഹ്റോനെയും പുത്രന്മാരെയും കൊണ്ടുവരിക. സമാഗമ കൂടാരത്തിൻ്റെ വാതിക്കൽ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടുക. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. സമാഗമ കൂടാരത്തിൻ്റെ വാതിക്കൽ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടി. അപ്പോൾ മോശ സമൂഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ചെയ്യണമെന്നാണ് കർത്താവ് കൽപ്പിച്ചത്. അനന്തരം മോശ അഹ്റോനെയും പുത്രന്മാരെയും മുൻപോട്ട് കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് കഴുകി. അഹ്റോനെ കുപ്പായം അണിയിച്ച് അരപ്പട്ട കെട്ടി മേലങ്കി ധരിപ്പിച്ചു. അതിനു മീതെ എഫേദ് അണിയിച്ചു. എഫേദിൻ്റെ വിദഗ്ധമായി നെയ്തെടുത്ത പട്ട അവൻ്റെ അരയിൽ ചുറ്റി. പിന്നീട് ഉരസ്ഥാനം ധരിപ്പിച്ചു. അതിൽ ഉറുമിയും തുമ്മീമും നിക്ഷേപിച്ചു. തലപ്പാവ് ധരിപ്പിച്ച് അതിൻ്റെ മുൻവശത്തായി കർത്താവ് കൽപ്പിച്ചിരുന്നത് പോലെ വിശുദ്ധമായ പൊൻതകിട് ചാർത്തി. അനന്തരം അഭിഷേക തൈലം എടുത്ത് കൂടാരവും അതിലുള്ളതൊക്കെയും അഭിഷേകം ചെയ്തു. വിശുദ്ധീകരിച്ച് അതിൽ നിന്നും കുറച്ചെടുത്ത് ബലിപീഠത്തിൽ 7 പ്രാവശ്യം തളിച്ചു. ബലിപീഠവും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും ക്ഷാളനപാത്രവും അതിൻ്റെ ചുവടും അഭിഷേകം ചെയ്തു വിശുദ്ധീകരിച്ചു. പിന്നീട് ശിരസിൽ തൈലാഭിഷേകം ചെയ്ത് അഹ്റോനെ വിശുദ്ധീകരിച്ചു. കർത്താവ് കൽപ്പിച്ചിരുന്നതുപോലെ മോശ അഹ്റോന്റെ പുത്രന്മാരെയും മുന്നോട്ട് കൊണ്ടുവന്ന് കുപ്പായമണിയിക്കുകയും അരപ്പട്ട കെട്ടുകയും തൊപ്പി ധരിപ്പിക്കുകയും ചെയ്തു. ദൈവമായ കർത്താവിന്റെ സ്തുതി. ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാം ഹല്ലേലൂയ ഗീതികളാം വിശുദ്ധ യോഹന്നാൻ തൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. വിശുദ്ധ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ വിശുദ്ധ ശ്രാവകയോഹന്നാന്റെ നിർമ്മലമാകും അനുസ്മരണം
ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ബലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 7 വരെ വാക്യങ്ങൾ. ഗുരുവ് ആസ്വദിക്കണമേ. മിശിഹാ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഇതാണ് ഞാൻ വിവക്ഷിക്കുന്നത്: പിന്തുടർച്ച അവകാശി വസ്തുവിൻ്റെ ഉടമയാണെന്ന് ഇരിക്കലും ബാലനായിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്ന് വിഭിന്നമല്ല. പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ അവൻ രക്ഷാകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും സംരക്ഷണത്തിലായിരിക്കും. നമ്മുടെ കാര്യവും ഇതുപോലെ തന്നെ. നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ പ്രകൃതിയുടെ ശക്തികൾക്ക് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി, നിയമത്തിന് അധീനനായി ജനിച്ചു. അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ ഇനിമേൽ ദാസനല്ല, പിന്നെയോ നീ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. നമ്മുടെ കർത്താവായ മനസ്സു നിറയും സുവിശേഷം പരിപാവനം പാവനം, പരിചയാകും തിരുവചനം അതിശ്രേഷ്ഠമാം ആയുധം. അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം. അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം. മനസ്സു നിറയും സുവിശേഷം പരിപാവനം പാവനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് ശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 1:35 മുതലുള്ള തിരുവചനങ്ങൾ. അടുത്ത ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ട് പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ പറഞ്ഞത് കേട്ട് ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കൊണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബേ, ഗുരു എന്നാണ് അർത്ഥം. അങ്ങ് എവിടെയാണ് വസിക്കുന്നത്?
അവൻ പറഞ്ഞു, വന്നു കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10 മണിക്കൂറായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ 2 പേരിൽ ഒരുവൻ ശിമിയോൻ പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസായിരുന്നു. അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ ശിമിയോനെ കണ്ട് അവനോട്, ഞങ്ങൾ മിശിഹായ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു. അവനെ യേശുവിനെ അടുത്തു കൊണ്ടുവന്നു. യേശു അവനെ നോക്കി പറഞ്ഞു, നീ യോഹന്നാന്റെ പുത്രനായ ശിമിയോനാണ്. കേപ്പ, പാറ എന്ന് നീ വിളിക്കപ്പെടും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നാപക യോഹന്നാൻ്റെ തിരുനാൾ ദിവസം ഞങ്ങൾക്കായി ഭക്തിസാന്ദ്രമായ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള ജയ്മോനച്ച, ഈ ഇടവകയുടെ വികാരിയായ ജോസ് പാറപ്പുറമച്ച, ഇന്ന് ഇവിടെ സന്നിഹിതനായിരിക്കുന്ന മുൻ വികാരി ജോൺസൺ അച്ച, സ്നേഹബഹുമാനമുള്ള സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, ഈ വർഷത്തെ തിരുനാൾ വളരെ സ്നേഹപൂർവ്വം ഏറ്റെടുത്ത് നടത്തുന്ന സെയിൻറ്റ് ആൻ്റണീസ് കുടുംബ യൂണിറ്റിലുള്ള പ്രസിദ്ധേന്തിമാരെ, അടുത്ത വർഷത്തെ പ്രസിദ്ധേന്തിമാരെ, ദർശന സമൂഹാംഗങ്ങളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ആദ്യമായി തന്നെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഈ കൂട്ടത്തിൽ ജന്മദിനം ഓർക്കുന്നവരെയും വിവാഹ വാർഷികം അനുസ്മരിക്കുന്നവരെയും ജോൺസൺ എന്നും ജോണി എന്നും പേരുള്ളവരെയും, പ്രത്യേകിച്ച് മുൻ വികാരി ഇവിടെ സന്നിഹിതനാണ്. അച്ഛൻ്റെ നാമഹേതുക തിരുനാളാണ്. എല്ലാവരുടെയും നാമത്തിൽ നാമഹേതുക തിരുനാൾ ആശംസിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും തിരുനാൾ സന്ദേശത്തിന് തുടക്കം കുറിക്കാം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 41-ാമത്തെ വചനം നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. യേശുവിൻ്റെ മാതാപിതാക്കൾ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറൂസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സുള്ളപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. എന്ന് വച്ചാൽ കത്തോലിക്ക സഭയ്ക്ക് തിരുക്കുടുംബം കൈമാറിയ പതിവാണ്, പൈതൃകമാണ്, പാരമ്പര്യമാണ് തിരുനാൾ. പക്ഷെ നമ്മൾ തിരുനാൾ എന്ന് പറയാറില്ല, പെരുന്നാളിന് പോയെന്നാ പറയുന്നത്. പഴയ പാട്ടില്ലേ, മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാൾ കൂടണം, അർത്തിങ്കൽ പള്ളിയിൽ പെരുന്നാൾ കൂടണം, ഓശാന പെരുന്നാൾ വന്നു. തിരുനാൾ പെരുന്നാളാക്കരുത്. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പെരുപ്പിക്കുന്ന നാൾ. ഒട്ടും ആത്മീയതയില്ലാത്ത ഉത്സവത്തെയാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. മറിച്ച് തിരുനാൾ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? തിരുഹൃദയം, തിരുനാൾ, വിശുദ്ധമായ നാൾ, ദൈവത്തിലേക്ക് തിരിയുവാനുള്ള നാൾ, വിശുദ്ധി പ്രാപിക്കുവാനുള്ള നാൾ. ഗ്രന്ഥത്തിലൂടെ, ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ആഴ്ചയിൽ ആഘോഷിക്കുന്ന തിരുനാൾ സാബത്ത്, നമുക്ക് ഞായറാഴ്ച കടവുള്ള ദിവസം. മാസത്തിൽ ആഘോഷിക്കുന്നത് അമാവാസി, അത് പെരുന്നാളാണ്, മുഖം തിരിക്കുന്ന ദൈവം. വർഷത്തിൽ ആഘോഷിക്കുന്ന 7 തിരുനാൾ: പെസഹ തിരുനാൾ, പെന്തക്കോസ്ത തിരുനാൾ, 50-ാം തിരുനാൾ, കൂടാര തിരുനാൾ, വിളവെടുപ്പ് തിരുനാൾ, പാപപരിഹാര തിരുനാൾ. ഇനി വത്തിക്കാൻ സെക്കൻഡ് ഇങ്ങനെ ഇടവകയിൽ തിരുനാൾ ആഘോഷിക്കുമ്പോൾ 5 കാര്യങ്ങളാണ് ഓർമ്മപ്പെടുന്നത്. 1, തിരുനാൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ വിശുദ്ധി പ്രാപിക്കാനുള്ള അവസരമാണ്. അതുകൊണ്ട് തന്നെ തിരുനാള് നമ്മൾ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കണം, അനുരഞ്ജനപ്പെടണം, വഴക്കുകൾ തീർക്കണം, ഒരുമിച്ച് കൂടാനുള്ള ഒരു നാളാണ് തിരുനാൾ. ഇനി ആരുടെ തിരുനാൾ ആഘോഷിക്കുന്നുവോ ആ വ്യക്തിയുടെ സന്ദേശം ഉൾക്കൊള്ളണം. ആ സന്ദേശമാണ് നമ്മുടെ ഭക്തിസാന്ദ്രമായ ബലിയർപ്പിക്കുന്ന ജയ്മോനച്ചൻ വായിച്ചത്. അതുകൊണ്ട് ആ സന്ദേശത്തെ ഞാൻ ഇങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കോറിയിടും. സ്നാപക യോഹന്നാന്റെ പിറവി തിരുനാൾ നമ്മുടെ ഇടവകയിലെ, കുടുംബത്തിലെ പരിവർത്തനത്തിന്റെ 10-ാം മണിക്കൂറാവണം.
ഇന്നത്തെ സുവിശേഷത്തിൽ അത് 10-ാം മണിക്കൂറായിരുന്നു എന്ന് നിങ്ങൾ ശ്രവിച്ചു കാണും. അതുകൊണ്ട് അതിനെയാണ് ഞാൻ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ഇടവകയിലെ ഓരോ മക്കൾക്കും ഈ തിരുനാൾ പരിവർത്തനത്തിൻ്റെ 10-ാം മണിക്കൂർ ആവണം. നമ്മുടെ ചിന്ത മുഴുവൻ ഒഴുകുന്നത് സ്നാപക യോഹന്നാന്റെ ആത്മീയതയിൽ നിന്നാണ്. സ്നാപക യോഹന്നാന്റെ പേരിന്റെ അർത്ഥം എന്താ? ദൈവം കൃപയുള്ളവൻ എന്നാണ് സ്നാപക യോഹന്നാന്റെ പേരിന്റെ അർത്ഥം. അപ്പന്റെ പേര് സഖറിയാണ്. സഖറിയയുടെ അർത്ഥം ദൈവം യാഹുവേ ഓർത്തു എന്നാണ്. എലിസബത്തിന്റെ അർത്ഥം എൻ്റെ ദൈവം സമൃദ്ധിയുള്ളവനാകും. ബൈബിൾ പഠിക്കുമ്പോൾ 400 വർഷത്തിന് മുൻപ് മലാക്കി പറഞ്ഞ അവസാനത്തെ പ്രവചനമാണ് സ്നാപക യോഹന്നാന്റെ പിറന്നാൾ. എന്ന് വെച്ചാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ 400 വർഷത്തോളം ഉറങ്ങിക്കിടന്നിരുന്ന പ്രവാചക ശബ്ദത്തിന്റെ ഉണർത്ത് പാട്ടാണ് സ്നാപക യോഹന്നാൻ. ശബ്ദമില്ലാത്തവന്റെ ശബ്ദം, ദൈവകൃപ ചുരിഞ്ഞ പ്രവാചകൻ, സത്യത്തിന്റെയും നീതിയുടെയും പ്രവാചകൻ, കാര്യങ്ങൾ പച്ചക്ക് പറഞ്ഞ പ്രവാചകൻ, ശബ്ദമില്ലാത്തവന്റെ ശബ്ദൻ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവൻ, ക്രിസ്തുവിനായി വഴിയൊരുക്കുകൻ. അപ്പൊ ഈ വഴിയൊരുക്കുന്ന സ്നാപക യോഹന്നാൻ നിൽക്കുമ്പോൾ 2 ശിഷ്യന്മാർ കൂടെയുണ്ട്. അപ്പൊ സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാരാണ് 1 അന്ത്രയോസ്, 2 യോഹന്നാൻ. അപ്പൊ ഈശോ കടന്നു പോകുകയാണ്, ചൂണ്ടിക്കാണിച്ചു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാം ഇസഹാക്കുമായി തീയും വിറകുമുണ്ട് മോറിയ ദേശത്തുള്ള മലയിലേക്ക് പോകുമ്പോൾ അവനൊരു ചോദ്യം ചോദിക്കുന്നത്, അപ്പച്ച തീയും വിറകുമുണ്ട്, കുഞ്ഞാട് എവിടെ? അതിന്റെ ഉത്തരമാണ് സ്നാപക യോഹന്നാൻ ചൂണ്ടിക്കാണുക, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞപ്പോൾ അന്ത്രയോസും യോഹന്നാനും ഈശോയുടെ പിന്നാലെ ചെല്ലുന്നു. ചോദിച്ചു, എന്താണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? അവർ ചോദിച്ചു, ഗുരു, റബി. ഗുരു എന്ന വാക്കിന്റെ അർത്ഥം ഇരുൾ നീക്കുന്നവനെ, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? ഈശോ പറഞ്ഞു, കമാൻഡ് സീ, വന്ന് കാണുക. അത് 10-ാം മണിക്കൂറായിരുന്നു. ശ്രദ്ധിക്കേണ്ട വാക്ക്, അത് 10-ാം മണിക്കൂറായിരുന്നു. ബൈബിൾ ഒരുപാട് മണിക്കൂറിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇത് ശ്രദ്ധേയമാണ്. എന്നിട്ട് ഈശോയോടൊപ്പം വസിച്ചു. അവർ തിരിച്ചു പോവുകയാണ്. അവര് പറഞ്ഞു, ഞങ്ങൾ മിശിഹായെ കണ്ടു. എന്ന് വെച്ചാൽ സ്നാപക യോഹന്നാൻ ചൂണ്ടിക്കാണിക്കുന്ന ഈശോയെ നമ്മൾ ദർശിച്ചു കഴിഞ്ഞാൽ, ഇത് ദർശന തിരുനാളാണ്, ദർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് 3 എക്സ്പീരിയൻസ് ഉണ്ടാകണം. ക്രിസ്റ്റോളജിക്കൽ, സൊറ്റീരിയോളജിക്കൽ, മിസ്സിയോളജിക്കൽ എക്സ്പീരിയൻസ്. മലയാളത്തിൽ പറയാം, ക്രിസ്തു അനുഭവം, രക്ഷിക്കപ്പെട്ട അനുഭവം, ദൗത്യത്തിന്റെ അനുഭവം ഉണ്ടാവണം. ഈ 10-ാം മണിക്കൂർ എന്ന് പറയുന്നത് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ, സ്നാപക യോഹന്നാൻ ആഗ്രഹിക്കുന്നത് പോലെ ആയിത്തീരേണ്ടതിന് നമ്മൾ ഈ നിമിഷം വരെ ആയിത്തീർന്നത് ഉപേക്ഷിക്കുന്നതിനെയാണ് പരിവർത്തനത്തിന്റെ 10-ാം മണിക്കൂർ എന്ന് പറയുന്നത്. അപ്പം ആധുനിക നൂറ്റാണ്ടിൽ ഇപ്പോൾ കത്തോലിക്ക സഭയിൽ നമ്മുടെ സ്നാപക യോഹന്നാൻ ഈശോയെ ചൂണ്ടിക്കാണിക്കുന്നത് 4 മേഖലകളാണ്. 1 പരിശുദ്ധ കുർബാന, 2 വിശുദ്ധ കുരിശ്, 3 വിശുദ്ധ വചനം, 4 10 പ്രമാണം. അപ്പൊ പരിവർത്തനം ഉണ്ടാവാൻ, മാനസാന്തരം ഉണ്ടാവുവാൻ നമ്മൾ സമീപിക്കേണ്ട 4 മേഖലയാണ് വിശുദ്ധ കുർബാന, വിശുദ്ധ കുരിശ്, വിശുദ്ധ വചനം, 10 പ്രമാണം. നമുക്ക് കുർബാനയിലേക്ക് കടന്നു വരാം. എന്താണ് കുർബാന? ഒപ്പമാവാൻ അപ്പമായതാണ് വിശുദ്ധ കുർബാന. ഇന്നത്തെ പ്രശ്നം എന്താണ്? ആരും ഒപ്പമാവാൻ തയ്യാറല്ല. പ്രായമായ അപ്പനോടൊപ്പം ആവാൻ, അമ്മയോടൊപ്പം ആവാൻ, ഭാര്യയോടൊപ്പം ആവാൻ, ഭർത്താവിനോടൊപ്പം ആവാൻ, മക്കളോടൊപ്പം ആവാൻ ആരും തയ്യാറല്ല. അവരെ ഓൾഡ് ഏജ് ഹോമിലേക്ക്, പാലിയേറ്റീവ് കെയറിലേക്ക് വിടുമ്പോൾ കുർബാന ഒരു ചലഞ്ചല്ലേ? ഇനി കുർബാന ഇന്നത്തെ ലോകത്തിന് മറ്റൊരു ചലഞ്ച്, ചെറുതാവാൻ. നമ്മൾ പാടാറില്ലേ ഗായക സംഘം, ഇത്ര ചെറുതാവാൻ എത്ര വളരണം, ഇത്ര സ്നേഹിക്കാൻ എന്ത് വേണം? കുഞ്ഞുമക്കൾ പാടാറില്ലേ, കുഞ്ഞായി വന്ന് പിറന്നവൻ കുഞ്ഞുങ്ങളാവാൻ പറഞ്ഞവൻ. ഇപ്പൊ ലോക ചരിത്രം നോക്കിയാൽ ചെറുതാവാൻ പറ്റാത്തതല്ലേ പ്രശ്നം? പറുദീസ് നഷ്ടപ്പെടാൻ കാരണം എന്താ? അവർ ദൈവമാവാൻ നോക്കി, പറുദീസ് നഷ്ടപ്പെട്ടില്ലേ? ആദ്യത്തെ കൊലപാതകത്തിന് ഇന്നത്തെ കൊട്ടേഷൻ തരുന്ന കാരണം എന്താ? കായേനും ആബേലിന്റെ പ്രശ്നം എന്താ വന്നത്? ഒരാള് വലുതായിപ്പോയി, അവന്റെ ബലി സ്വീകരിച്ചു, എന്റെ സ്വീകരിച്ചില്ല. അന്ന് വീണതാണ് രക്തം, അതിന്നും തുടരുകയാണ്. യുദ്ധത്തിലൂടെ, കൊട്ടേഷൻ തല്ലിലൂടെ, സ്കെച്ചിലൂടെ.
വീണ്ടും പ്രളയം വരാൻ കാരണം എന്താണ്? പ്രളയം വരാൻ കാരണം നോഹ് എന്ന് പറയുന്ന വ്യക്തി 100 വർഷം പറഞ്ഞിട്ടും കേട്ടില്ല. സോദോം ഗൊമോറ നശിക്കാൻ കാരണം എന്താണ്? ദാവീദ് പരാജയപ്പെടാൻ കാരണം, സാംസൺ പരാജയപ്പെടാൻ കാരണം, യൂദാസ് ഒറ്റുകൊടുക്കാൻ കാരണം, പത്രോസ് തള്ളിപ്പറയാൻ കാരണം, ടൈറ്റാനിക് കപ്പൽ ആഴിയിലേക്ക് പോകാൻ കാരണം. ലോക ചരിത്രം നോക്കിയാൽ ചെറുതാവാൻ കഴിയാതെ പോയതാണ് പ്രശ്നം. 2, കത്തോലിക്ക സഭയിലെ വിഭജനം എന്താണ്? പാപ്പായെ അംഗീകരിക്കാൻ തയ്യാറായില്ല. അങ്ങനെയാണ് പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഉണ്ടായത്. ഇനി രാഷ്ട്രീയത്തിലെ പിളർപ്പിന് കാരണം എന്താണ്? ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയെ അംഗീകരിക്കാൻ തയ്യാറായില്ല. ഒത്തിരി കൂണുമുളക്കുന്നത് പോലെ പാർട്ടികളായി. ഇനി കുടുംബത്തിലേക്കൊന്ന് കടന്നു വന്നേ, വീട്ടിലുള്ള ഡിവോഴ്സിന് കാരണം എന്താണ്? വഴക്കുകൾക്ക് കാരണം എന്താണ്? കാരണം ആരും ക്ഷമിക്കാൻ, മറക്കാൻ, പൊറുക്കാൻ തയ്യാറല്ല. ഇവിടെയാണ് സ്നാപകയോഹന്നാൻ പറ, അവൻ വളരണം, ഞാൻ ചെറുതാകണം. സ്നാപകയോഹന്നാന്റെ വചനമേ ഞാൻ പറയുള്ളൂ. അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ യോഗ്യതയില്ല. അപ്പൊ ചെറുതാവാനുള്ള 4 കാര്യങ്ങൾ സ്നാപകയോഹന്നാൻ വളരെ വ്യക്തമായി ലൂക്ക 3:4 പറഞ്ഞിട്ടുണ്ട്. 4 പ്രോസസ്സാണ്. എന്താ പറയുന്നത്? നിരത്തണം, നികത്തണം, നേരെയാക്കണം, മൃദുലപ്പെടുത്തണം. നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാവേണ്ട കാര്യങ്ങളാണ് നിരത്തണം, നികത്തണം, നേരെയാക്കണം, മൃദുലമാക്കണം. എന്താണ് നിരത്തേണ്ടത്? കുന്നും മലയും. എന്താണ് കുന്നും മലയും? ബൈബിൾ ഭാഷ്യത്തിൽ അഹങ്കാരവും ന്യായീകരണവുമാണ്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തെ മറന്ന് സ്വയം സ്നേഹിക്കുന്നതിനെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. എളിമ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം മറന്ന് ദൈവത്തെ സ്നേഹിക്കുന്നതിനാണ് എളിമ എന്ന് പറയുന്നത്. അപ്പം അഹങ്കാരമാണ് ലോക ചരിത്രത്തിലുള്ള ഉൽപ്പത്തി തുടങ്ങി 2026 വരെയുള്ള എല്ലാ പ്രശ്നത്തിനും കാരണം. ഗ്രഹിക്കാൻ കഴിവുള്ളവർ ഗ്രഹിക്കട്ടെ, ഞാൻ വ്യാഖ്യാനിക്കില്ല. സന്ദേശം അതിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. 2-മത്തെ എന്താണ്? നമ്മൾ നികത്തണം. അതായത് സ്നാപകയോഹന്നാൻ പറയും, പാപം എന്ന് പറയുന്നത് 7 പടിയിറക്കമാണ്. പന്നിക്കുടയിലുള്ള 7 പടിയിറക്കമാണ് പാപം. സ്വന്തം ഇഷ്ടം, സ്വാർത്ഥത, ഒറ്റപ്പെടൽ, സുഖലോലുപത, ആത്മീയ പാപ്പരത്വം, ആത്മീയ അധപ്പതനം, ആത്മനാശം. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത്, അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പടി കയറണം. എന്ത് ചെയ്യണം? സുബോധമുണ്ടാവണം, സ്വയാവബോധമുണ്ടാവണം, അനുദപിക്കണം, തീരുമാനിക്കണം, എഴുന്നേൽക്കണം, പോകണം, കണ്ടുമുട്ടണം. അപ്പോഴാണ് എന്തുണ്ടാവുന്നത്? നമുക്ക് നികത്താൻ സാധിക്കും. അതാണ് കുമ്പസാരക്കൂടെന്ന് പറയുന്നത്. അപ്പൊ വിശുദ്ധി പ്രാപിക്കാനുള്ള നികത്തൽ പ്രക്രിയ നടക്കുന്നതാണ് കുമ്പസാരക്കൂടെന്ന് പറയുന്നത്. ഇനി നേരെയാക്കുക. അതായത് ദൈവം ഏറ്റവും കൂടുതൽ വെറുത്ത പാപം എന്താണ്? വക്രത, വഞ്ചന. മത്തായി 20:23 നിങ്ങൾക്കറിയാം. നിങ്ങളൊക്കെ ബൈബിൾ പണ്ഡിതന്മാരായതുകൊണ്ട് ചപ്പാത്തി പരത്തുന്ന പോലെ ഞാൻ പരത്തില്ല, ഇങ്ങനെ തൊട്ടുവിടും. കാരണം അത്രയ്ക്ക് നിങ്ങൾ ബൈബിൾ പണ്ഡിതന്മാരാണ്. മാർപ്പാപ്പയെ ധ്യാനിപ്പിക്കാൻ പറ്റിയ ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് നെൽസൺ ജോബച്ചൻ ഇങ്ങനെ തൊട്ട് ബൈബിൾ ഇങ്ങനെ തൊടുമ്പോൾ അത് നിങ്ങളുടെ ഹൃദയത്തിൽ വീഴുമെന്ന് എനിക്ക് നല്ല ചങ്കുറപ്പുണ്ട്. അപ്പം നമുക്ക് ബൈബിളിലേക്ക് പോകാം. ദൈവം വെറുത്ത 7 പാപങ്ങളിൽ ഒന്നാണ് വക്രത. കപടനാട്യക്കാരെ, നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം. ഇത് 23-ാം അധ്യായത്തിൽ കിടക്കുന്നതാണ്. ഇനി 20-ാം അധ്യായത്തിൽ എന്താണ്? അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു. അത്തിപ്പഴം ഉണ്ടോന്ന് എത്തി നോക്കി, കണ്ടില്ല. ഒറ്റ നോട്ടമേ നോക്കിയുള്ളൂ. കർത്താവിന്റെ കണ്ണിന്റെ കനലിൽ അത് കരിഞ്ഞുപോയി. പ്രത്യക്ഷത്തിൽ ക്രൂരതയല്ലേ എന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? അത് നമ്മുടെ ജീവിതത്തിലുള്ള വക്രത, വഞ്ചന. അപ്പൊ ചെറുതാവുന്നതിന്റെ ഒരു മറ്റൊരു പാഠമാണ് ഈ വക്രതയും വഞ്ചനയും ഉപേക്ഷിക്കാനായിട്ട് സാധിക്കണം. അതാണ് അടുത്തത്. പരുപരുത്തവ നേരെയാക്കുക എന്ന് വെച്ചാൽ നമുക്കൊക്കെ ചില തഴക്ക ദോഷങ്ങളുണ്ട്, ദുശീലങ്ങളുണ്ട്. ചില ആൾക്കാർക്ക് ഒരു കട്ടൻ ചായ കുടിച്ചാലേ കാര്യങ്ങൾ ക്ലിയറുള്ളൂ. ചില ആൾക്കാർ 2 തെറി പറഞ്ഞാലേ ശരിയാവുള്ളൂ. ചില ആൾക്കാർക്ക് 2 നുണ പറഞ്ഞാലേ ശരിയാവുള്ളൂ. ചില ആൾക്കാർക്ക് പള്ളിയിൽ വന്ന് എന്തെങ്കിലും കട്ടുകൊണ്ട് പോകണം, ആത്മരക്ഷയ്ക്ക് വേണ്ടി വന്നിട്ട് പാദരക്ഷയും കട്ടുകൊണ്ട് പോയാലേ ഒരു സുഖം ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെ നമുക്ക് ചില ദുശീലങ്ങൾ ഉണ്ട്, ശരിയല്ലേ? ചില ആൾക്കാർക്ക് പള്ളി കയറാതെ എവിടെയെങ്കിലൊക്കെ മുറ്റത്ത് നിന്ന് പോണ ആൾക്കാരുണ്ട്. ഇങ്ങനെ അല്ലെങ്കിൽ മൊബൈൽ നോക്കുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം ദുശീലങ്ങളാണ്. ചെറിയ തമാശ പറയാം. പണ്ടൊരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയിൽ
ഒരു അച്ഛനുണ്ടായിരുന്നു, നല്ല പ്രഭാഷകനാണ്. അച്ഛൻ്റെ വചനപ്രഘോഷണം കേൾക്കാനായിട്ട് ഒത്തിരി ആൾക്കാർ ദാഹിക്കും, പക്ഷെ ഇടവക്കാരും മൈൻഡ് ചെയ്യില്ല. അപ്പം അച്ഛൻ ഒടുവിൽ സ്ഥലം മാറി പോകാൻ വേണ്ടി പോവുകയാണ്. അച്ഛൻ പറഞ്ഞു, എൻ്റെ മക്കളെ, ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ചങ്ക് പൊട്ടി നിങ്ങളോട് പറഞ്ഞിട്ട് ആരും മാനസാന്തരപ്പെട്ടില്ല. എൻ്റെ അവസാനത്തെ പ്രസംഗമാണ്. ഇതുകൊണ്ട് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലുണ്ടായ ഭൂകമ്പം ഇവിടെ ഉണ്ടാകും, പള്ളി വീഴും, മേട വീഴും, എല്ലാം വീഴും, നിങ്ങൾ നശിക്കും, മരിക്കും, നരകത്തിൽ പോകും എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കണേ. പിൻബെഞ്ചിലിരിക്കുന്ന ആൾക്കാരെ ചിരിച്ചുകൊണ്ടിരിക്കണേ. അച്ഛൻ ചോദിച്ചു, എന്താ നിങ്ങൾ ചിരിക്കണത്? ഞങ്ങൾ ഈ ഇടവക്കാരല്ല ചോദിച്ചു എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പം ചിലത് ഇങ്ങനെ അങ്ങ് പോവുകയാണ്. അതുകൊണ്ട് ചെറുതാവണ കാര്യമാണ് അച്ഛൻ പറഞ്ഞു വെച്ചത്. അതായത് നിരത്തണം, നികത്തണം, നേരെയാക്കണം, മൃദുലപ്പെടണം. ഇനി രണ്ടാമത്തെ പ്രോസസ്സാണ് എന്ത്? കുരിശ്. സ്നാപയോഹന്നാൻ ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവനെന്ന് പറയുമ്പോൾ വരാനിരിക്കുന്ന കുരിശുമരണത്തെക്കുറിച്ചുള്ള ഒരു സൂചനയാണ്. കുരിശെന്ന് പറയുന്നത് എന്താണ്? ദൈവസ്നേഹത്തിന്റെ കയ്യൊപ്പാണ്, നന്മയിലേക്കുള്ള ഇടദൂരമാണ്, ഒരമ്മയുടെ ഈറ്റുനോവാണ്. സപ്തസ്വരങ്ങൾ പുറപ്പെടുവിക്കുന്ന പുല്ലാങ്കുഴലിലെ 7 സുഷിരങ്ങളാണ്. അപ്പൊ കുരിശെന്ന് പറയണത് വാസ്തവത്തിൽ നെഗറ്റീവായിട്ട് കാണരുത്. അത് ദൈവസ്നേഹവും പരസ്നേഹവുമാണ്. വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ആസ്പെക്ട് ഉണ്ട്. ദൈവസ്നേഹത്തിന്റെയും പരസ്നേഹത്തിന്റെയും ആകത്തുകയാണ്. അതാണ് യോഹന്നാൻ 3:16-17. ദൈവം തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ കുരിശ് നൽകുന്ന സന്ദേശം എന്താണ്? വിശ്വസിക്കണം, വിശ്വസ്തരായി ജീവിക്കണം. എന്റെ ചേച്ചിമാരെ, നിങ്ങളുടെ കഴുത്തിൽ കിടക്കണ എന്താ? താലി. ആ താലിമേ കിടക്കണ എന്താ? കുരിശ്. ശരിയല്ലേ? അപ്പൊ നമ്മുടെ ജീവിതം എന്താണ്? കുരിശിന്റെ വഴിയിലൂടെയുള്ള യാത്രയാണ്. ഭർത്താവ് നിങ്ങളുടെ കഴുത്തില് കുരിശ് താലി ചാർത്തിയപ്പോൾ എന്താ പറഞ്ഞത്? നമ്മുടെ ജീവിതം 4 രഹസ്യമാണ്. ഇന്ന് സന്തോഷമാണ്, ഇനി പ്രകാശമുണ്ടാകും, ദുഃഖമുണ്ടാകും, മഹിമയുണ്ടാകും. നമ്മുടെ ജീവിതം 14 കുരിശിന്റെ വഴിയിലൂടെയുള്ള യാത്രയാണ്. ലക്ഷ്യം സ്വർഗമാണ്. അപ്പം വിശ്വസ്തരായിട്ട് ജീവിക്കണം. കൂടാതെ CROSS എന്നുള്ള വാക്കെടുത്തേ. അതിനർത്ഥമുണ്ട്, ക്രൂസിന് അർത്ഥമുണ്ട് കമ്പാഷൻ, റിഡംഷൻ, ഒബീഡിയൻസ്, സാങ്ക്ടിറ്റി, സാങ്ക്വിനിറ്റി. അതിലൊറ്റ വാക്ക് ഞാൻ പറയാം. ഈ കുരിശിൽ കാണുന്നത് 7 തലങ്ങളാണ്. മുറിവേറ്റവരോടുള്ള സ്നേഹം, കരയുന്നവരോടുള്ള സ്നേഹം, വിശക്കുന്നവരോടുള്ള സ്നേഹം, കടക്കണിയുള്ളവരോട് സ്നേഹം, അമ്മമാരോടും കുഞ്ഞുങ്ങളോടും സ്നേഹം, തൊഴിലാളികളോടുള്ള സ്നേഹം, വിധവകളോടും പാർശ്വവരിക്കപ്പെട്ടവരോടുള്ള സ്നേഹമാണ്. അപ്പോൾ കുരിശ് നൽകുന്ന സന്ദേശം വിശ്വസ്തരായി ജീവിക്കുക, വിശ്വാസി ജീവിക്കുക. 3 വചനമാണ്. വചനം നൽകുന്ന സന്ദേശം എന്താണ്? ബൈബിള് മുഴുവൻ കാച്ചിക്കുറുക്കി യോഹന്നാൻ 15:12 പറയും, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഇതാണ് സ്നാപക യോഹന്നാൻ തിരുവചനത്തിലൂടെ നമുക്ക് നൽകുന്നത്. എന്ന് വച്ചാൽ വചനം ബാധിക്കണം, വചനം ബാധിക്കണം. വചനം സ്പ്ലിറ്റ് ചെയ്തേ. വചനം. വചനം വ്യക്തമാകണം, ചലനാത്മകമാകണം, നമ്മോട് കൂടെ ആകണം. അങ്ങനെ ആകുമ്പോഴാണ് മഗ്ദലന മറിയം ഈശോയുടെ മറിയമായിട്ട് മാറുന്നത്. ഞാൻ നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്. ഒറ്റ വചനം മതിയായിരുന്നു. അവൾ ഈശോയുടെ മറിയമായിട്ട് മാറിയില്ലേ? അവൾക്കല്ലേ ഈശോ പ്രത്യക്ഷപ്പെടുതല്ല? അവളല്ലേ അപ്പോസ്തലന്മാരെ ഉദ്ധിതനായി ഈശോയെ അറിയിച്ചത്? അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലയായിട്ട് മാറി മഗ്ദലന മറിയം. അടുത്തത് നമ്മുടെ സമറിയാക്കാരി. അവളോട് പറഞ്ഞു, പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പോവാ. കള്ളക്കുമ്പസാരം നടത്തി. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, അത് ബാധിച്ചു. 5 ഭർത്താക്കന്മാരെന്ന് പറയുന്നത് എന്താ? 5 ഇന്ദ്രിയങ്ങൾ. ഇവിടെ ഇരിക്കണം നമുക്ക് എല്ലാവർക്കും 5 ഭർത്താക്കന്മാരുണ്ട്. കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, മൂക്കുകൊണ്ട്, നാക്കുകൊണ്ട്, തൊക്കുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളാണ് ഈ 5 ഭർത്താക്കന്മാർ. ഇപ്പോഴുള്ള നിന്റെ ഭർത്താവല്ല എന്ന് വെച്ചാൽ മനസാക്ഷിയുമില്ല. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ 2 ഭർത്താക്കന്മാരുണ്ട്. മൊബൈൽ ഫോൺ 2 ഭർത്താക്കന്മാരാണ്. എന്താണ്? കണ്ണുകൊണ്ടും കാതുകൊണ്ടും ചെയ്യുന്ന തെറ്റാണ്. ഇതെല്ലാത്തിൻ്റെ കയ്യിലിരിപ്പുണ്ട്. അപ്പൊ നമുക്കെല്ലാവർക്കും ഈ 5-ൽ ചിലതൊക്കെ ഉണ്ട്. അപ്പൊ അത്
തിരിച്ചറിവാകണം. അവൾ ആരായി മാറി? പ്രഘോഷകയായിട്ട് മാറി. ഇനി സഖ്യൂസിനെ എടുത്ത് സഖ്യൂസിനോട് എന്താ പറഞ്ഞത്? താഴെ ഇറങ്ങുക, ഉത്തരിപ്പ് കടം വീട്ടുക, നേർച്ചക്കടം വീട്ടുക. അവൻ അത് തയ്യാറായപ്പോൾ അവന്റെ കുടുംബം മുഴുവനും രക്ഷ പ്രാപിച്ചു. ഇവിടെ ഈ ഇടവകയുള്ള ചില അപ്പച്ചന്മാര് നന്നായാൽ കുടുംബം മുഴുവൻ നന്നാകും, ചില അമ്മമാര് നന്നായാൽ ആകും. അത് ഓർക്കുക. ഞാൻ സഖ്യൂസാണോ എങ്കിൽ താഴെ ഇറങ്ങ്. സഖ്യൂസ് പിന്നീട് മെത്രാനായി മാറി. അടുത്തത് കള്ളനാണ്. കള്ളൻ ഒറ്റ വചനം മതിയായിരുന്നു. പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നെന്ന് അറിയില്ല. ഒറ്റ വചനം അവനെ ബാധിച്ചു. അവൻ പറുദീസിലേക്ക് കടന്നുപോയി. ഫുൾട്ടൻ ജേഷൻ പിതാവ് പറഞ്ഞു, കള്ളൻ കട്ട് സ്വർഗരാജ്യവും കട്ടു. വാട്ട് എ വണ്ടർഫുൾ സെന്റൻസ്. കള്ളൻ കട്ട് സ്വർഗരാജ്യവും കട്ടു. അടുത്തത് അഗസ്തീനോസ്. ഇങ്ങനെ നടന്ന വ്യക്തി ഒറ്റ വാചകം, തോളയത്തിൽ എടുത്തു വായിക്കുക. റോമാലേഖനം 13:13. അത് മതിയായിരുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. മദ്യലഹരിയിലോ വിഷയാസക്തിയിലോ ഇനിമേൽ വ്യാപരിക്കരുത്, പ്രകാശത്തിന്റെ ആയുധം ധരിക്കുവിൻ. മദർ തെരേസ ഈ ചെറിയവർക്ക് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. ലൊറേറ്റോ സഭ വിട്ട് പാവങ്ങളുടെ സഭ സ്ഥാപിച്ചു. ഫ്രാൻസിസ് സേവിയർ, ഫ്രാൻസിസെ ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ ആത്മാവിന് പകരം എന്തു കൊടുക്കും? അതെ, അദ്ദേഹം ഒരു വിശുദ്ധനായി, രണ്ടാമത്തെ അപ്പോസ്തലനായി. ഇനിയും ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. സമയത്തിന്റെ പരിമിതി എൻ്റെ നാവിന് കടിഞ്ഞാനിടുന്നു. അപ്പം ഒന്ന് ഞാൻ പറഞ്ഞു, കുർബാന ചെറുതാവണം. കുരിശിനെ കുറിച്ച് പറഞ്ഞു, വിശ്വസ്തരായിട്ട് ജീവിക്കണം. വചനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, സ്നേഹിക്കണം, വചനം ബാധിക്കണം. അവസാനമായി 10 കമാൻഡ്മെന്റ്സ്, 10 പ്രമാണം. 10 പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? ധനികനായ യുവാവിനോട് ഈശോ പറഞ്ഞ എന്താണ്? നീ ഒന്നും ചെയ്യണ്ട, ഈ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ നിനക്ക് നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കും. ലൂക്ക 16 പോയാൽ ധനവാന്റെ ലാസറിന്റെ ഉപമയില് ഒടുവില് ലാസറിന് വീട്ടിലേക്ക് അയക്കണമെന്ന് പറഞ്ഞപ്പോ ഈശോ ആ ഉപമയിൽ പറഞ്ഞതാണ്, അവിടെ 10 പ്രമാണങ്ങളുണ്ട്, അതനുസരിച്ചാൽ മതി, അവർക്ക് നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കും. ഞാനൊന്ന് ക്രോഡീകരിച്ചോട്ടെ. പറഞ്ഞതിൻ്റെ ഉള്ളടക്കം എനിക്കും നിങ്ങൾക്കും ബോധ്യമാവണം. ഞാൻ പറഞ്ഞു വെച്ചത്, ആരാണ് സ്നാപക യോഹന്നാൻ? ഞാൻ പറഞ്ഞു, പ്രവാചക ശബ്ദത്തിന്റെ ഉണർത്ത് പാട്ടാണ് സ്നാപക യോഹന്നാൻ. പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന അവസാനത്തെ കണ്ണിയാണ് സ്നാപക യോഹന്നാൻ. ദൈവകൃപ ചൊരിഞ്ഞ പ്രവാചകനാണ് സ്നാപക യോഹന്നാൻ. അദ്ദേഹത്തിന്റെ പേര് തന്നെ ദൈവത്തിന്റെ കൃപയുള്ളവൻ എന്നാണ്. കാര്യങ്ങൾ പച്ചക്ക് പറഞ്ഞതാണ്. ഈ പച്ചക്ക് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ പച്ചക്ക് പറയാൻ ആരും തയ്യാറില്ല. മണിപ്പൂരിൽ പ്രശ്നം ഉണ്ടായിട്ട് നമ്മുടെ സഭയിൽ ആരെങ്കിലും പച്ചക്ക് പറഞ്ഞോ? ആരെയാണ് പേടിക്കണത്? പലതും നടന്നിട്ട് പറയേണ്ടവര് പറയണില്ല. സ്നാപക യോഹന്നാന്റെ ഇൻകാർണേഷൻ ഇവിടെ നടക്കണില്ല. അതാണ് പ്രശ്നം. പച്ചക്ക് പറയാൻ സാധിക്കണം. ആരെയാ പേടിക്കേണ്ടത്? നമ്മുടെയൊക്കെ സഭയിലെ രക്തസാക്ഷികൾ സ്നാപക യോഹന്നാൻ പച്ചക്ക് പറഞ്ഞില്ലേ? ഹെരോദസിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. തലപോയി പറയാനുള്ള ചങ്കൂറ്റുണ്ടാവണം. സഭ അധികാരികൾക്കുണ്ടാവണം, സഭയിലെ അംഗങ്ങൾക്കുണ്ടാവണം, ഓരോ വിശ്വാസികൾക്കുണ്ടാവണം. അതാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ശബ്ദമില്ലാത്തവന്റെ ശബ്ദമാവാൻ, മുഖമില്ലാത്തവന്റെ മുഖമാവാൻ കഴിയാതെ പോയതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ട്രാജഡി. ഇനി സ്നാപക യോഹന്നാൻ ചൂണ്ടിക്കാൻ ഒന്നുമില്ല. പരിവർത്തനത്തിന്റെ 10-ാം മണിക്കൂർ എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ആയിത്തീരുന്നത് ഉപേക്ഷിക്കണം. അങ്ങനെ ഉപേക്ഷിക്കണമെങ്കിൽ സ്നാപക യോഹന്നാൻ കാണിച്ചു തരുന്നത് പുതിയൊരു സന്ദേശമല്ല. ദൈവത്തിന്റെ കുഞ്ഞാട് വസിക്കുന്ന സക്രാരി പരിശുദ്ധ കുർബാനയിലൂടെ പറഞ്ഞു, ചെറുതാവാനായിട്ട് കുന്നും മലയും നികത്തണം, താഴ്വര നികത്തണം, വളഞ്ഞവ നേരെയാക്കണം, പരിപരുത്തവ മൃദുലമാക്കുന്നതാണ് ചെറുതാവുന്നത്. 2 കുരിശിനെ കുറിച്ച് പറഞ്ഞു, വിശ്വസ്തരാകണം, വിശ്വസിക്കണം. 3 വചനം, സ്നേഹിക്കണം. ആ സ്നേഹമാണ് വചനത്തിലൂടെ ബാധിക്കേണ്ടത്. വാചനം വ്യക്തമാകണം, ചലനാത്മകമാകണം. നമ്മോട് കൂടെ അവസാനമായി 10 പ്രമാണം. ആ പ്രമാണം പാലിക്കണം, ജീവിക്കണം. അപ്പോൾ സ്നാപക യോഹന്നാൻ പറഞ്ഞ കർത്താവായ ഈശോയുടെ വലിയ മിശിഹ അനുഭവം, രക്ഷിക്കപ്പെട്ട അനുഭവം, ദൗത്യത്തിന്റെ അനുഭവം ഉണ്ടാകുന്നു. പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ തിരുനാൾ നിങ്ങൾക്ക് പരിവർത്തനത്തിന്റെ 10-ാം മണിക്കൂർ ആവട്ടെ. സെയിന്റ് ആന്റണീസ്
കുടുംബ യൂണിറ്റുള്ള എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആൽഫി പറഞ്ഞു 22ഓളം പ്രസിദ്ധേന്തിമാരുണ്ട്. ശരിയാണോ? ഉണ്ട്. പിന്നെ പുതിയ പ്രസിദ്ധേന്തിമാരുണ്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളെ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ഈ വിശുദ്ധ കുർബാനയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള എല്ലാവരെയും സ്നേഹത്തിലെ ഓർക്കുന്നു. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഈ നല്ല സുദിനത്തിൻ്റെ പ്രാർത്ഥനകളും നന്മകളും നേരുന്നു. എല്ലാവർക്കും തിരുനാളിൻ്റെ ആശംസകൾ, നന്മകൾ. പ്രതീക്ഷയോടാനന്ദ ചിത്തര സർവേശ കാരുണ്യം പ്രാർത്ഥിച്ചിടാം. ഐക്യവും ശാന്തിയും നൽകി സഭകളിൽ ക്രിസ്തീയ ചൈതന്യം തൂകിടേണേ. ദാരിദ്ര്യ ദുഃഖമകറ്റിയവനീ സമ്പൽ സമൃദ്ധമായി പാലിക്കണേ. നീറും നിരാശയിൽ പ്രത്യാശയേകണേ. പാപികൾക്കാശ്രയം നൽകിടേണേ. നേടുറ്റ നീതിയും നിർമ്മായ സ്നേഹവും മാനവരാശിയിൽ പൂവിടട്ടെ. ദൈവമേ പ്രാർത്ഥന കേട്ടു കനിയണേ. സ്വർഗീയ ദാനങ്ങൾ നൽകിയിടണേ. കർത്താവായ ദൈവമേ, യോഹന്നാൻ മാംതാനയുടെ സ്വരം ശ്രവിച്ച് മനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും അങ്ങേ പിൻചെല്ലുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. അതുവഴി ഞങ്ങൾ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും അങ്ങേ പ്രഘോഷിക്കുന്നവരുമാകട്ടെ. സകലത്തിൻ്റെയും നാഥായ നീക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. സമർപ്പണം ചെയ്തിടുന്നേശുവേ, മനവും ഹൃദയവും അങ്ങേക്കിതാ. സമർപ്പണം ചെയ്തിടുന്നേശുവേ, മനവും ഹൃദയവും അങ്ങേക്കിതാ. നാഥാ സ്വീകരിക്കൂ, എന്നെ സ്വീകരിക്കൂ. നാഥാ സ്വീകരിക്കൂ, എന്നെ സ്വീകരിക്കൂ. നിന്റേതായി തീർത്തിടുവാൻ കനിയൂ, നിന്റേതായി തീർത്തിടുവാൻ
ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയൗസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ. ആദിയിലെ പോലെന്നേക്കും ആമേനാമേൻ. സുതനുടെ പ്രേക്ഷിതരേ, ഏകജസ്നേഹിതരേ, ശാന്തിയിൽ ജയിച്ചിടുവാൻ നിങ്ങളെ പ്രാർത്ഥിക്കുന്നു. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മർത്തോമായെയും നിനസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോത്തിടാം. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും. രാജാവാം ദൈവം നമ്മോടൊപ്പം. യാക്കോബിൻ ദൈവം നമ്മുടെ കൂടെയെന്നും. ചെറിയവരെല്ലാം വലിയവരോടൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോദ്ധാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ സൂര്യുവിനേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി നിത്യം വാഴ്ത്തിടാം. സർവശക്തനാഥനാ ഏകദൈവമേ, വിശ്വസിപ്പുമർത്യരാ ഞങ്ങളങ്ങയിൽ. ദൃശ്യലോകമെന്ന പോലെ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ, സർവപാലക സർവശക്തനാഥനാ ഏകദൈവമേ, വിശ്വസിപ്പുമർത്യരാ ഞങ്ങളങ്ങയിൽ. സർവസൃഷ്ടിജാലവും തീർത്ത ദൈവമാ, സത്യതാതരങ്ങിൽ നിന്നാദ്യജാതനാ, സൃഷ്ടിയല്ല പുത്രനാമേശു ദൈവജൻ, വിശ്വസിക്കുമർത്യരാം ഞങ്ങളങ്ങയിൽ. ദൈവസോനു ദൈവമാണേകസത്തയിലെ ലോകസൃഷ്ടി പൂർത്തിയായ അങ്ങിലൂടവേ, മർത്യരക്ഷ നൽകുവാൻ പാവനാത്മനാൻ മർത്യരൂപമാർന്നിഹേ കന്യകാത്മജൻ.
പീലാത്തോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ, ക്രൂശിലേറി ദാരുണം മൃത്യുവാർന്നവൻ, 3 നാളിനുള്ളിൽ സത്യദൈവസൂനുവേ, മണ്ണിലുത്തിതൻ മഹത്വപൂർണ്ണ ശോഭയിൽ, സ്വർഗമാർന്നു മഹിമയോടെ നിത്യപിതാവിൻ വലതുഭാഗമാർന്നു വാഴ്വു മഹിതകാന്തിയിൽ, ഒടുവിലെത്തുമീ മഹിയിലന്നു വിധിയുവാൻ സകലരും ശ്രമിക്കും അന്ത്യവിധി വിനീതരാ. താതനിൽ നിന്നെന്നിവ പോലെ സുതനിൽ നിന്നുമേ പ്രഭവമാർന്നു വാണിടുന്ന സത്യദൈവമാ, ജീവനേകിടുന്ന മഹിത പാവനാത്മനിൽ വിശ്വസിപ്പു പൂർണ്ണമായി ഞങ്ങളേവരും. ഏകമാണു ധന്യമാണു പാവനം സഭാ, സ്വൈഹികം പ്രഭാവമാർന്നു സർവ്വജനീനം, പാപമോചനം തരുന്നു ജ്ഞാനസ്നാനവും, ഏറ്റുചൊൽവു സാദരം ഞങ്ങളേവരും. മർത്യമുക്തിയായുയർന്നു നിത്യജീവനം, ഏറ്റുചൊൽവു പൂർണ്ണമായി ഞങ്ങളേവരും. സർവ്വസംഗതാതനാകും ഏകദൈവമേ, വിശ്വസിക്കും മധ്യരാം ഞങ്ങളങ്ങയെ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ ഈ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രകിസന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവം പിതാവിൻ സ്നേഹമതും സഹവാസവും
ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. അഗ്നിമേന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൂവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ടവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനാകും ദൈവം നിത്യപരിശുദ്ധൻ സൃഷ്ടാവാകും ദൈവം എന്നും എന്നും പരിശുദ്ധൻ ഉന്നതത്തിൽ ഉയർന്നിടട്ടെ ഓശാന 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 ദൈവമേ ദൈവമേ ഓശാന. വാനമേഘത്തേരിൽ ദൈവം എഴുന്നള്ളുന്നു. പൊൻപ്രഭ ഉടയാടയാക്കി എഴുന്നള്ളുന്നു. കിന്നരങ്ങൾ മീട്ടിനാഥന സ്തുതികൾ പാടിയിടാ. ദൈവമഹിമകൾ വാഴ്ത്തിയവനെ എതിരേറ്റിടാം. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവമെന്നും പരിശുദ്ധൻ ദൈവമെന്നും പരിശുദ്ധൻ.
കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ-നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവിന് വേണ്ടിയും ഞങ്ങളുടെ ബോസ്കോ പിതാവിന് വേണ്ടിയും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വധകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാം വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും നമ്മോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നവരെ നമുക്ക് സമർപ്പിക്കാം. അവരുടെ പ്രത്യേക നിയോഗങ്ങളെ ഈ ബലിവേദിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടി അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശ്ചിതരായി ആഗ്രഹം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കൃപാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തെ ആദരാൽ ഞങ്ങളർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴും എന്നേക്കും. ദൈവമേ, എന്നിൽ കനിയേണമേ. പാപങ്ങൾ പൊറുക്കേണമേ. ഘോരമാമെന്റെ അപരാധങ്ങൾ സദയം നാഥ മറക്കേണമേ. അറിയുന്നു ഞാൻ പാപങ്ങൾ, കാണുന്നു ഞാൻ അവയിൻ മുൻപിൽ. അറിയുന്നു ഞാൻ പാപങ്ങൾ, കാണുന്നു ഞാൻ അവയിൻ മുൻപിൽ. തിരുകൽപ്പന ഞാൻ ലംഘിച്ചു, തിരുമുൻപിൽ പാപം ചെയ്തു ഞാൻ. ദൈവമേ, എന്നിൽ കനിയേണമേ. പാപങ്ങൾ പൊറുക്കേണമേ. ഘോരമാമെന്റെ അപരാധങ്ങൾ സദയം നാഥാ മറക്കേണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഈ അപ്പം ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
ആരാധന സ്തുതി ഓ ദിവ്യകാരുണ്യമേ ആരാധന സ്തുതി ആത്മാവിൻ ഭോജ്യമേ ആരാധന സ്തുതി ദൈവത്തിൻ വാഗ്ദാനമായൊരു വിശിഹ അപ്പമാകുന്ന നേരം കാൽവരിയിലന്നു ചെയ്തൊരു യാഗം ഫലമണിയും ഒരു നിമിഷം ഓ ആരാധന ആരാധന സ്തുതി ഓ ആരാധന ആരാധന സ്തുതി ആരാധന സ്തുതി ആരാധന സ്തുതി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അണ്ടാംന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാവമോചനവും യാചിക്കുകയും ചെയ്യാം. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ശത്രുതയെല്ലാം നീക്കി നീതാന്ത ഹൃദയം ദീപ്തമാകാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഹൃദയമൊരു നാഥനും നിത്യം നിറയാ ആത്മാവാ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഏകമനസ്സായി ദിവ്യരഹസ്യം നിതരാ ഉൾക്കൊള്ളാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ആത്മാവിൻ പരിരക്ഷണമതിനെ തിടവുക തിരുമേയും. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ അങ്ങയുടെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ അങ്ങയുടെ സത്യം പ്രഘോഷിക്കട്ടെ.
ഞങ്ങളുടെ വചനങ്ങളെ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രമാലപിക്കുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവനെന്ന് ഉപദേശിച്ചുകൊണ്ട് അങ്ങ് ശിഷ്യരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന അങ്ങയിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ ഈ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഇതുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ ഞങ്ങൾ പ്രവർത്തിക്കുകയും സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സുവിശേഷത്തിലെ ചൂടും വെളിച്ചവും നമ്മളുടെ പ്രസരിക്കുവാൻ ദൈവപ്രേക്ഷണ ശരീരത്തെ നമുക്ക് സ്വീകരിക്കാം. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ വൃദ്ധിക്കും നിത്യജീവനം കാരണമാകട്ടെ.
സമാധാനത്താൽ സ്തൃഹവും വൈഷ്ണവും ജിതായകവും ദൈവവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് വെയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെടും നമുക്കെല്ലാവർക്കും വീടുദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാഴികകളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരോടുകൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ അങ്ങേ സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനരായി ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ ആശീർവദിക്കണമേ. സകലത്തെയും പൗത്രീകരിക്കുന്ന തൻ്റെ അമൂല്യമായ ശരീരരക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മെസ്സിഹാ കൃപാപൂർവ്വം നമ്മെ യോഗ്യരാക്കി. വിചാരങ്ങളും വചനങ്ങളും പ്രവർത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ചാരം അങ്ങയുടെ കാരുണ്യാതിരേകത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. ആശയ സൗഭാഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ്റെ രക്തം പാനം ചെയ്യും. മാനവനിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ ഏവം നാനരുൾ ചെയ്തു. അരുളിയ പോലെ നീ ബലിയിൽ പങ്കാളികളായി
തിരിച്ചടയാളം വഴിയായി സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. തിരുനാൾ കുർബാനയിൽ കാർമ്മികത്വം വഹിച്ച ബഹുമാനപ്പെട്ട ജയ്മോൻ CMA അച്ഛന് പ്രത്യേകം നന്ദി. അതേപോലെ തന്നെ നല്ല ഒരു വചന സന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട നെൽസൺ ജോബ് OCD അച്ഛനും നന്ദി. ഉടനെ തന്നെ പ്രദർശനമാണ്. നമ്മൾ ആദ്യം വടക്ക് ഭാഗത്തേക്കാണ് പോകുന്നത്. ഇന്നലെ അങ്ങോട്ട് പോകാനായിട്ട് സാധിച്ചില്ല. വടക്ക് ഭാഗത്ത് പോയി കപ്പേളയിൽ കൂടി മാർക്കറ്റിൽ വന്ന് നമ്മൾ തെക്ക് ഭാഗത്ത് പോയി തിരിച്ചു വന്ന് കാലാവസ്ഥ അനുവദിച്ചാൽ നമുക്ക് പടിഞ്ഞാറെ കുരിശിൻ്റെ അടുത്ത് ചുറ്റി നേരെ പ്രദർശനമായിട്ട് മുമ്പോട്ട് പോരുക. എല്ലാവരും ആ കുരിശും കൂടെ എടുത്ത് നിരന്ന് മുമ്പോട്ട് പോവുക. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ.
നന്ദി